ജോർജ് ജേക്കബ് കൂവക്കാട് കേരള സഭയുടെ രക്ഷയ്ക്കായി മാർപ്പാപ്പ ഉയർത്തിയ പിച്ചള സർപ്പം. ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ ഇസ്രായേൽ മക്കൾക്ക് പല പ്രതിസന്ധികളെയും നേരിടേണ്ടി വന്നു. അവിടെയെല്ലാം ദൈവത്തിന്റെ ശക്തമായ കരങ്ങൾ അവരെ സംരക്ഷിച്ചു എന്നും വിശുദ്ധ വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു. എന്നാൽ പലപ്പോഴും പ്രശ്നങ്ങളുടെ മുന്നിൽ അവർ അക്ഷമരായി, വെറും മനുഷ്യരായി. യാത്രാമധ്യേ അക്ഷമരായ ജനം ദൈവത്തിനും മോശയ്ക്കുമെതിരെ സംസാരിച്ചു. മന്ന ഭക്ഷിച്ചു മടുത്ത അവർ വിലകെട്ട അപ്പം തിന്നു മടുത്തു എന്ന് പിറുപിറുത്തു. യഹോവയിൽ നിന്ന് ലഭിച്ച സ്വർഗീയ ഭക്ഷണവും യഹോവയുടെ മേഘത്തൂണിലും അഗ്നിസ്തംഭത്തിലുമുള്ള നിരന്തര സംരക്ഷണവും ജനം മറന്നു. അടിമത്ത കാലഘട്ടത്തിലെ നൈമിഷിക സുഖഭക്ഷണം അവരെ അവിടേക്ക് തിരികെ പോകുവാൻ പ്രേരിപ്പിച്ചു. അപ്പോൾ കർത്താവ് അവരുടെ ഇടയിലേക്ക് അഗ്നിസർപ്പങ്ങളെ അയച്ചു. അവയുടെ ദംശനമേറ്റ് അനേകർ മരിച്ചു. തങ്ങൾ ചെയ്ത പാപത്തെക്കുറിച്ച് ഈ അവസരത്തിൽ അവർ മനസ്തപിച്ച് തങ്ങൾക്കായി മധ്യസ്ഥം വഹിക്കുവാൻ മോശയോട് അപേക്ഷിച്ചു. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ ആവശ്യപ്പെട്ട പ്രകാരം പിച്ചള കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി മോശ വടിയിൽ ഉയർത്തി നിർത്തി. അതിനെ നോക്കിയവർ ജീവിച്ചു എന്ന് നാം വിശുദ്ധ വേദപുസ്തകത്തിൽ വായിക്കുന്നു. ഇതുപോലെ കേരള കത്തോലിക്ക സഭയിലെ വിശ്വാസികളുടെ രക്ഷയ്ക്കായി മാർപ്പാപ്പയാകുന്ന മോശ ഉയർത്തിയ പിച്ചള സർപ്പമാണ് കർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാട്. ഇസ്രായേൽ മക്കൾക്ക് പറ്റിയ പോലുള്ള വീഴ്ച കത്തോലിക്ക സഭാ മക്കൾക്കും പറ്റി. പിറുപിറുത്ത അവർക്ക് കൊടിയ വിഷമുള്ള ആലഞ്ചേരി, താഴത്ത്, തട്ടിൽ, തറ, ബോസ്കോ പുത്തൂർ പോലെയുള്ളവരിൽ നിന്നും ദംശനമേറ്റു. തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കിയ വിശ്വാസികളുടെ മനസ്സ് അവരുടെ നിശബ്ദമായ ആ ഉൾക്കരച്ചിൽ മോശയായ മാർപ്പാപ്പ കേട്ടു. ആ വിശ്വാസികളുടെ രക്ഷയ്ക്കായി അദ്ദേഹം ഉയർത്തുന്ന പിച്ചള സർപ്പമാണ് കർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാട്. പുതിയ പിച്ചള സർപ്പം വിഷസർപ്പങ്ങളുടെ കൂടെ കൂടിയില്ലെങ്കിൽ, പിച്ചള സർപ്പത്തിന് വിഷസർപ്പങ്ങളുടെ ദംശനമേറ്റില്ലെങ്കിൽ കേരള സഭ രക്ഷപ്പെടും എന്ന് പറയുന്നത് മറ്റാരുമല്ല, സീറോ മലബാർ സഭാംഗവും കേരള കാത്തലിക് ചർച്ച് റിഫോർമേഷൻ മൂവ്മെന്റ് KCRM ജനറൽ സെക്രട്ടറിയുമായ ശ്രീ ആന്റോ മാങ്കുട്ടമാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. കേരളത്തിലെ ക്രൈസ്തവ പ്രത്യേകിച്ച് കത്തോലിക്ക സഭയില് വലിയ മാറ്റം ഇതുകൊണ്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിനു മുൻപുള്ള ചരിത്രത്തിലൊക്കെ ഒരാള് കർദിനാളാകുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം വൈദികനായിട്ട് കുറെ കാലം കഴിയുന്നു. നിശ്ചിത വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തെ മെത്രാനാക്കുന്നു. അത് സഹായ മെത്രാനായിരിക്കും, അല്ലെ സീനിയർ മെത്രാനായിരിക്കും. അതും കഴിഞ്ഞ് കുറെ വർഷം കഴിയുമ്പോൾ, ഇപ്പോഴത്തെ ചുറ്റുപാട് ഒരു 60 വയസ്സൊക്കെ കഴിയുമ്പോൾ മാത്രമാണ് ഒരു കർദിനാൾ പദവിയിലേക്ക് ഇവരെ മാറ്റുക. അതിനൊരുപാട് ചരട് വരികളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. നമുക്ക് അത്ര അനുഭവമില്ല. എങ്കിൽ പോലും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കേരളത്തിലെ ഒരു സാധാരണ ചങ്ങനാശ്ശേരി രൂപതയിൽ ജനിച്ചു വളർന്ന ഒരു സാധാരണ വൈദികൻ വളരെ ചെറുപ്പത്തില് അദ്ദേഹം അങ്ങനെ ആയിരിക്കെ നേരെ കർദിനാളാക്കി എന്ന് പറയുന്നത് വലിയ മാറ്റം ഉണ്ടാകും. അത് കേരള കത്തോലിക്ക സഭയിലെ പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിലെ അധികാരികൾക്ക് ഏറ്റ ഒരു തിരിച്ചടിയാണ്. അല്ല, ഒരു കനത്ത ഒരു അടിയല്ലേ? കാരണം ഇത്രയും മുതിർന്ന വലിയ കൊലകൊമ്പന്മാർ ഇവിടെ ഉള്ളപ്പോൾ, ഇവിടെ നമ്മളിപ്പം ഈ സഭാപരമായ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്ന ഒരാളെന്നല്ലേ പറയുകയാണെങ്കിൽ, കഴിഞ്ഞ 8-10 വർഷമായിട്ട് ഇവിടെ നടക്കുന്ന ഒരു വല്ലാത്തൊരു അടിയുണ്ട്. കോപ്രായമാണ് എറണാകുളം അവിടെ ബസലിക്കായി നടന്നതും തെരുവിൽ നടന്നതും മുദ്രാവാക്യം വിളിച്ചതും ഒക്കെ നമ്മുടെ കൺമുമ്പിലാണ്. ഇവിടെ ഒരുപാട് മെത്രാൻ കാംക്ഷികളുണ്ടായിരുന്നു. വളരെ ചുരുക്കമായിട്ട് കുറെ ഈ കർദിനാളാകാൻ ആഗ്രഹിച്ചവരുണ്ട്. അവരെല്ലാം തട്ടിമാറ്റിക്കൊണ്ട് ഒരു പുതിയ ആളിനെ കർദിനാളാക്കുക എന്ന് പറയുന്നത് റോം എടുത്ത വളരെ വലിയ ഒരു തീരുമാനമാണ്. ഈ തീരുമാനം ഇവരെ ഇരുത്തി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചേക്കാം. കാരണം ഒരു കേരള സഭയ്ക്ക് ഒരു വലിയൊരു ശുദ്ധീകലശത്തിന്റെ ആവശ്യമുണ്ട്. ആ ഒരു ശുദ്ധീകലശത്തിനായി അത് എടുത്ത, അല്ലെങ്കിൽ നല്ല ഒരു ഉദ്ദേശത്തോട് എടുത്ത ഒരു ചൂലെന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കത്തില്ല. തീർച്ചയായിട്ടും സുനിൽ സാർ പറഞ്ഞത് അത് കറക്റ്റാണ്. ഇത് ഇവിടം കണ്ട് തീരുകയല്ല. ഇപ്പൊ നമ്മുടെ റാഫേൽ തട്ടിലൊക്കെ ഇപ്പൊ ആരാ? വെറും മെത്രാനാണ്. റാഫേൽ തട്ടിൽ മെത്രാനാണ്. ഒരു അധികാരമോഹിയായ ആൻഡ്രൂസ് താഴത്ത് ഒരു മെത്രാനാണ്. പിന്നെ ഇടയ്ക്ക് കടന്നു വന്ന ബോസ്കോ പുത്തൂർ ഒരു മെത്രാനാണ്. ഇവിടെ എറണാകുളത്ത് പോലും കുറെ കർദിനാൾ കാംക്ഷികൾ ഉണ്ടായിരുന്നു. പുതിയ വന്ന തറ ബിഷപ്പ് പിന്നെ ഈയിടെ വന്നതാ. ഇവരിൽ പലരും
കരുതനാളാകാൻ കൊതിച്ചു നടന്നവരാ. ആ അവരെല്ലാം ആശയങ്ങളെല്ലാം തല്ലി തകർത്തുകൊണ്ട് നേരെ മാർപ്പാപ്പ ഒരാളിനെ കരുതനാളാക്കി എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. കാരണം ഇവരുടെ ഒരു ചരടുവലിയോ ഇവരുടെ മറ്റു തരത്തിലുള്ള സാധാരണഗതിയിൽ നടത്തുന്ന മറ്റു പിന്നാമ്പുറ പണികളോ ഒന്നും നടന്നില്ല. മാർപ്പാപ്പ തന്നെ ഇടപെട്ട്, മാർപ്പാപ്പ നേരിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയെ. അതെ, കഴിഞ്ഞ കാലങ്ങളിൽ സഭയുടെ ചരിത്രത്തിൽ ഇങ്ങനെ എത്രാനും മാർപ്പാപ്പയൊക്കെ ആക്കിയിട്ടുണ്ടെന്ന് നമ്മൾ ചരിത്രം പഠിച്ച് അറിയാമല്ലോ. അതെ അതെ, വെറുതെ നടന്ന ഒരാളിനെ, അത് സാന്ദർഭികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ, വെറുതെ വഴി കൂടെ നടന്ന ഒരാളിനെ പിടിച്ച് അച്ഛനാക്കി, മെത്രാനാക്കി, കർദിനാളാക്കി, മാർപ്പാപ്പാക്കിയ ചരിത്രവും നമ്മുടെ സഭയിലുണ്ട്. അതും കൂടെ ഭംഗിന്ദ്രേണ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എങ്കിലും ആധുനിക കാലത്ത് അങ്ങനെയൊന്നുമില്ല. അതെ അതെ, ഇത് കേരളത്തിലെ സാനമോഹികൾക്കും തീവ്രവാദികൾക്കും ഒക്കെ ഒരു ചോദ്യചിഹ്നമാണ്. ഒരു അവരുടെ മുഖത്തേറ്റ നല്ലൊരു അടിയല്ലേ. കാരണം അവരിപ്പോ ഒരു വളരെ വിഷണ്ണരായി. ഇവര് ഈ പറയുന്ന ഇവിടുത്തെ കൊലകുമ്പന്മാര്, കൊലകൊല്ലികള് അവിടെ പോയി ഇപ്പം കാഴ്ചക്കാരായിട്ട് ഗാലറിയിൽ ഇരിക്കുക. ഇന്ന് ആണല്ലോ അങ്ങേര കരുതനാളാകുന്നത്. ഇവിടുന്ന് തറയില് പോയിട്ടുണ്ട്. പിന്നെ വേറെ ആരാണ്ടൊക്കെ പേര് പത്രത്തിൽ കണ്ടു. അത് ഇവർക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇനി കേരളത്തിൽ അടി കൂടും. ഇന്നത്തെ കേരള സഭയിൽ ഇനി അടി കൂടാൻ പോകുന്നതേ ഉള്ളൂ. അതെ അതെ, ഇത്രയും നാല് ചെറുതായിട്ട് മാറി ഇപ്പം ഇനി കണ്ടവനടി. കാരണം ഇങ്ങനെ ചുറ്റിപ്പറ്റി ഒരു കോക്കസ് ഉണ്ടാകും. ഈ പുതിയ മെത്രാനെ, പുതിയ കർദിനാളിനെ ചുറ്റിപ്പറ്റി. അങ്ങനെ ചെറുപ്പം കൂടിയാ, അതെ, ചെറുപ്പമാണ്. എന്താണെങ്കിലും ഒരു ശുദ്ധീകരണം നടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോ ഇനി ഈ പുതിയ ആളെ താരതമ്യേന ഇവരെയെല്ലാം കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വളരെ അദ്ദേഹത്തിന് ജൂനിയർ ആണ്, എക്സ്പോഷർ കുറവാണ്. അന്നേരം ഇത്തരത്തിലുള്ള ഈ കൊലകൊല്ലികൾ ഇദ്ദേഹത്തെ ഈ പറയുന്ന ഒരു കോക്കസ് ഉണ്ടാക്കി ഇദ്ദേഹത്തെ കൂടെ അതിലേക്ക് മറിച്ചിടാനുള്ള സാധ്യതയല്ലേ കൂടുതലാണ്? അതോ അദ്ദേഹത്തിന് ഇവരെ ഒറ്റയ്ക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടോ? അതിന് സാധ്യതയുണ്ട്. ഇങ്ങനെ ഒറ്റപ്പെടുത്താനും സാധ്യതയുണ്ട്. ഇവിടെ ഏതാനും വർഷം മുൻപ് ഒരു സാധുവായ ഒരു മെത്രാൻ എറണാകുളത്ത് വന്നു. അങ്ങേരെ ചെറുപ്പക്കാരനായിരുന്നു. അദ്ദേഹത്തെ ഇവര് ഈ ഇവിടുത്തെ മെത്രാൻ സംഘം തല്ലിക്കൊല്ലുകയാണെന്ന് വേണേൽ പറയാം. അതുപോലെ മരിക്കുന്ന ഒരാളാണ്. പേര് ഞാൻ വിട്ടുപോയി. അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജീവിച്ചിരിക്കുന്ന മാതാവിന് ഈ ആ മെത്രാനെ പറ്റിയുള്ള ഒരുപാട് ദുഷിച്ച കള്ളക്കഥകൾ എഴുതി വീട്ടിൽ കൊണ്ടു കൊടുത്ത സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഹൃദയം പൊട്ടി മരിക്കുക ചെയ്ത്. അതുകൊണ്ട് ഇങ്ങേർക്കും അപകടം വരാം വേണ്ടി വന്നാൽ. പിന്നെ ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ല കേട്ടോ. അതെ അതെ, എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തെ ഒരു കർദിനാളാക്കി അവിടെ തന്നെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഒരു കോർഡിനേറ്റർ എന്ന നിലയ്ക്ക് ഇദ്ദേഹത്തെ ഈ ഒരു കേരള പൊളിറ്റിക്സിലേക്ക് ഇറക്കാൻ ചിലപ്പോൾ അനുവദിക്കില്ലായിരിക്കും. പക്ഷെ അതിൽ അപകടം ഇവർക്കുണ്ടാവും. ഇദ്ദേഹം ഒരു മലയാളി ആയതുകൊണ്ട് തന്നെ യുമാറ സകല കള്ളത്തരങ്ങളും തരികടങ്ങളും കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്ക് ഒരു വിശ്വസ്തൻ എന്ന നിലയ്ക്ക് അത് കൃത്യമായിട്ടും മാർപ്പാപ്പായ്ക്ക് കിട്ടും. ഇങ്ങനെ ഏത് പക്ഷത്താ നിൽക്കുന്നതെന്ന് അറിയത്തില്ല. ഇങ്ങനെ സത്യത്തിന്റെ പക്ഷത്ത്, നീതിയുടെ പക്ഷത്ത്, ധർമ്മത്തിന്റെ പക്ഷത്ത് നിന്നാൽ കേരള സഭ നവീകരിക്കപ്പെടും. അതിനുള്ള സാധ്യതയുണ്ട്. ഇതിനും പുറമെ ഇദ്ദേഹത്തെ ചെറുപ്പമായതൊരു പ്രശ്നമാണ്. ഇപ്പൊ വത്തിക്കാനിലെ സാമ്പത്തിക സ്ഥിതി വളരെ പരിതാപകരമാണ്. നമ്മൾ കേരളത്തിലെ സഭയ്ക്കാണ് ഏറ്റവും കൂടുതൽ വരുമാനമുള്ളത്. ആ വരുമാനത്തിന്റെ ബലം കൊണ്ടാണ് ഈ കേരള സഭയുടെ ഈ തോന്നിവാസങ്ങൾക്കെതിരെ മാർപ്പാപ്പ ചാട്ടവാർ എടുക്കാത്തത്. അതിന് ചാട്ടവാർ എടുക്കാനുള്ള ശേഷിയില്ല, സാമ്പത്തിക ശേഷിയില്ല. ഇതെല്ലാം ഒരു ബിസിനസ് ആണല്ലോ, ബിസിനസ് ലോബി ആണല്ലോ. ഇത് നമ്മള് മറ്റുള്ളവർ അംഗീകരിച്ചില്ലെങ്കിൽ നമ്മളെങ്കിലും ഇത് മനസ്സിലാക്കിയിരിക്കണമല്ലോ. അതെ, അന്നേരം ഇവിടുന്ന് ലഭിക്കുന്ന കപ്പം കൊണ്ടാണോ നല്ലൊരു ശതമാനം വത്തിക്കാനിലെ കാര്യങ്ങൾ ഓടിക്കുന്നത്? വത്തിക്കാനിലെ കാര്യങ്ങൾ ഓടിക്കുന്നത് ഇവിടുത്തെ കപ്പം കൊണ്ടാണ്. ഇവരെ കണ്ടമാനം. അതിനാണ് ഈ എറണാകുളം അങ്കമാലിയിലെ നമ്മുടെ ആലഞ്ചേരിയുടെ പേരിലുള്ള കുംഭകോണത്തിന്റെ മൃഗീയ ഭൂരിപക്ഷവും അവിടെ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇയാൾ ഇന്നും ഒരു സാമന്തനായി വാഴുന്നത്. അതുകൊണ്ടാണ് അവിടെ എന്തെല്ലാം എത്ര ആരോപണം ചെന്നാലും പൈസയാണല്ലോ അവിടുത്തെ കാര്യം. ശരിക്കും തട്ടിലാണ് പദവിയിരിക്കുന്നെങ്കിലും വാഴുന്നത് ആലഞ്ചേരി തന്നെയല്ലേ ഭരിക്കുന്നത്? തട്ടിലും പിന്നെ ബോസ്കോ പുത്തൂരൊക്കെയാണ് ആ പേരിനിരിക്കുന്നെങ്കിലും ആലഞ്ചേരി തന്നെയാണ് ഇപ്പോഴും രാജാവ്. സഭയുടെ ഭരണം നിയന്ത്രിക്കുന്ന ആലഞ്ചേരി തന്നെയാണ്, ഒരു സംശയമില്ല. അങ്ങേര് വളരെ ഹെൽത്തിയും കൂടി ആകട്ടോ. വയസ്സ് 78 ആയെങ്കിൽ പോലും. ഇവരൊക്കെ ഈ തട്ടലിനേക്കാളും ഒക്കെ കാര്യപ്രാപ്തിയും ഊർജ്ജസ്വലതയും ആരോഗ്യം ഉണ്ട്. ഊർജ്ജസ്വലതയുണ്ട്, കാര്യപ്രാപ്തിയുണ്ട്, അറിവുണ്ട്. ഈ കളങ്കിത അറിവ്, നോർമൽ അറിവല്ല, ആധ്യാത്മിക അറിവൊന്നും കൂടുതൽ ബുദ്ധിയുണ്ട്. അങ്ങേര് കേരളത്തിലോട് വന്നതോടുകൂടിയാണ് ഈ സഭ, കത്തോലിക്ക സഭ ഇത്രയും തകർച്ചയിലേക്ക് എത്തിയത്. 10, 15, 16, 17 വർഷം മുൻപ് വർഗീയ വിധേയത്തില് ഇവിടെ കേരള സഭ ഭരിക്കാൻ വന്നപ്പോ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്.
കേരള സഭ ഇന്ന് നയിക്കപ്പെടുന്നത് സാത്താന്മാരാലാണെന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ കൃത്യമായി യാഥാർത്ഥ്യമായി നടക്കുകയാണ്. ഇത് തിരിച്ചറിയാവുന്നവർ വളരെ കുറവാകട്ടോ. ഇന്ന് ആലഞ്ചേരി ഈ ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് നടത്തുന്നു, ബാക്കിയുള്ള കുറെ ഈ മോഴകളെ മുന്നിൽ നിർത്തി ഇദ്ദേഹം ഭരണം നടത്തുന്നു. അതെ അതെ. ഇനിയും പുതിയ ആള് ഏത് പക്ഷത്ത് നിൽക്കും, അതായത് സഭയുടെ പക്ഷം നിൽക്കുമോ അതോ ഈ അനീതിയുടെ പക്ഷം ചേരുമോ എന്നാണ് നമുക്ക് എനിക്ക് അദ്ദേഹത്തെ കേട്ടിട്ടറിവ് മാത്രമേ ഉള്ളൂ, കണ്ടറിവോ ഒന്നുമില്ല. എങ്കിൽ പോലും ഒരു നിഷ്പക്ഷ പക്ഷത്ത് നിൽക്കാനാണ് അങ്ങനെയൊക്കെ സാധ്യത. നിഷ്പക്ഷ പക്ഷത്ത് നിന്നാൽ, അല്ല നീതിയുടെ പക്ഷത്ത് നിന്നാൽ കേരള സഭയിൽ ഒരു മാറ്റം ഉണ്ടാകും. ഈ പറഞ്ഞ ആലഞ്ചേരിയും ആൻഡ്രൂസും പോസ്കോയും ഒക്കെ അവിടുന്ന് പറക്കം പായേണ്ടി വരും. നമുക്ക് ഇദ്ദേഹത്തെ മാർപ്പാപ്പയുടെ അല്ലെ മാർപ്പാപ്പ ഉയർത്തുന്ന ഒരു പിച്ചള സർപ്പമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കത്തില്ലേ? തീർച്ചയായിട്ടും പിച്ചള സർപ്പമായിട്ട് ഇങ്ങനെ വിശേഷിപ്പിക്കാം. കാരണം അങ്ങനെ പക്ഷം ചേരാൻ സാധ്യത കുറവാണ്. എന്തിനാ അങ്ങനെ പക്ഷം ചേരുന്നേ? അതെ അതെ. എപ്പോഴും ഒരു നല്ലവനായിട്ട് ജീവിക്കാനാണല്ലോ ഭൂരിപക്ഷ ആളുകളുടെ ആഗ്രഹം. നല്ല സൽപ്പേര്. അദ്ദേഹത്തിന് ആ സൽപ്പേര് നിലനിർത്താൻ തീരുമാനിച്ചാൽ കേരള സഭ രക്ഷപ്പെടും. പക്ഷേ എത്ര രക്ഷപ്പെട്ടാലും ആർക്കും രക്ഷിക്കാൻ പറ്റാത്ത അത്ര വേഗത്തിലേക്ക് സഭാ സംവിധാനം താഴെ പോയിരിക്കുന്നു. ധാർമ്മികത നമുക്കില്ലല്ലോ. ആ വിശ്വാസികളുടെ ഒരു കോൺഫിഡൻസ് തന്നെ നഷ്ടപ്പെട്ടല്ലേ? വിശ്വാസികൾ ഇപ്പൊ കുറെ നാമമാത്ര വിശ്വാസികളേ ഉള്ളൂ. യഥാർത്ഥ വിശ്വാസികൾ വളരെ കുറഞ്ഞു പോയി. കാരണം ഇവര് തമ്മിൽ തല്ലിപ്പോ പിന്നെ നമ്മൾ ആരെയും ആശ്രയിക്കുന്നേ? അല്ല, ഇപ്പൊ പല തട്ടായില്ലേ. ഒന്ന് ഈ മാർപ്പാപ്പയും കേരള സഭയും ഒരു തട്ടില്, അതുകൂടാതെ മെത്രാന്മാരൊരു തട്ടില്, വൈദികരൊരു തട്ടില്, രൂപതകൾ തമ്മിൽ മറ്റൊരു തട്ടില്. ഒരു രൂപതയിലെ വൈദികർ 2-3 തട്ടിലായി ഇപ്പൊ നിൽക്കുന്നത്. ഈ മെത്രാൻ സംഘം കൂടുമ്പം, സിനഡ് കൂടുമ്പം അവരെത്ര തട്ടിലാ നിൽക്കുന്നത് അവർക്ക് പോലും നിശ്ചയമില്ല. ഈ രാഷ്ട്രീയക്കാരെ പറ്റിയാണ് സാധാരണ ഗ്രൂപ്പ് കളി എന്നൊക്കെ പറയുന്നത്. ഇവരുടെ മുമ്പ് രാഷ്ട്രീയക്കാർ ഒന്നും അല്ല. ഇത്രയും മോശമാണ് ഇവർ പെരുമാറുന്നത്. ഇപ്പൊ അടുത്ത കാലത്ത് മനസ്സിലാക്കുന്നുണ്ടാവുമല്ലോ ചില ആളുകൾ, ചില മെത്രാന്മാര് വേഷം കെട്ടി നടക്കും, മാൻസെറ്റസ് മെത്രാന്മാര്. ഇതെല്ലാം ജനങ്ങൾക്കിപ്പം പഴയ കാലം അല്ലല്ലോ, അവരെല്ലാം കാണുന്നുണ്ട്. സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ഇതെല്ലാം കണ്ടോണ്ടിരിക്കുക. ആരും നമ്മളെപ്പോലെ അല്ലെങ്കിൽ സുനിൽ സാറിനെ പോലെ പ്രതികരിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇവർക്കെല്ലാം അറിയാം. സുനിൽ സാറിന്റെ ഒരു വീഡിയോ വരുമ്പോൾ എന്തുമാത്രം റീച്ചാണെന്ന് ഓർക്കണം. എന്തുമാത്രം പേരാണ് അതിനെ സന്തോഷിച്ച് പ്രോത്സാഹിപ്പിച്ച് പറയുന്നതെന്ന് ഓർക്കണം. അതും കാലത്തിന്റെ മാറ്റം. എന്നാൽ നമുക്കിപ്പോ ഒരു ശുഭാപ്തി വിശ്വാസം, അതായത് ഇന്ന് ഇപ്പോൾ ഈ നടക്കുന്ന സമയം വത്തിക്കാനില് ആ ഒരു സ്ഥാനാരോഹണം നടക്കുകയാണ്. ഈ ഇവിടുന്ന് പോയേക്കുന്ന മെത്രാന്മാരൊക്കെ ഒരുപക്ഷെ ചങ്കടിപ്പോട് അതിന് സാക്ഷ്യം വഹിക്കുകയാണ്. അന്നേരം ഇതൊരു കേരള സഭയുടെ ഒരു നവീകരണത്തിന് ഒരു മാർഗമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അത് തന്നെയാണ് പറയാനുള്ളത്. കത്തോലിക്ക സഭയുടെ കാശ് മേടിച്ച് തിന്നിട്ട് മാധ്യമങ്ങൾ പടച്ചുവിടുന്ന വാർത്തകൾ കണ്ടാൽ സഹിക്കില്ല. എന്തൊക്കെയാണ് ഇവർ ഒരു പുട്ടുമറിയാതെ വിളിച്ചു പറയുന്നത് കേട്ടാൽ തോന്നും ഇതോടെ ഇന്ത്യയിലെ ജനങ്ങൾ രക്ഷപ്പെട്ടെന്ന്. കൂവക്കാടൻ കർദിനാളായതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് എന്ത് നേട്ടം? പട്ടിക്ക് മീശകളെത്താൽ അമ്പുട്ടന് എന്തെങ്കിലും പ്രയോജനമുണ്ടാവുമോ? കടി കിട്ടാൻ സാധ്യതയുണ്ടെന്നതല്ലാതെ യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. കുറെ രാഷ്ട്രീയക്കാരന്മാരും വത്തിക്കാനിലേക്ക് വണ്ടി വിട്ടിട്ടുണ്ട് ചടങ്ങിന് സാക്ഷിയാകുവാൻ. BJP സംഘത്തിൽ നിരീശ്വരവാദി AK ആന്റണിയുടെ മകൻ കുരിശു വരയ്ക്കാൻ പോലും അറിയാത്ത, കർത്തൃപ്രാർത്ഥന പോലും അറിയാത്ത അനിൽ ആന്റണി വരെ ഉണ്ടെന്നോർക്കണം. പിന്നെയല്ല, ഇനി വിഷസർപ്പങ്ങളുടെയും പിച്ചള സർപ്പത്തിന്റെയും കളി നമുക്ക് കാത്തിരുന്ന് കാണാം. മോശയെ പിച്ചള സർപ്പം നാണം കെടുത്തുമോ ആവോ? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.